അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അമേരിക്കയിലെ റൂറൽ ഏരിയാസ് അല്ലെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാരാണ്. കൂടുതലും കർഷകരും സാധാരണക്കാരുമാണ്. ഇപ്പൊ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പല നഗരമേഖലകളിലും സ്വാധീനം ഇപ്പോഴും ഉള്ളത് ഡെമോക്രാറ്റുകൾക്കാണ്, ബൈഡനും അല്ലെങ്കിൽ ഒബാമയ്ക്കുമൊക്കെയാണ്. എന്നാൽ ഈ റിപ്പബ്ലിക്കൻസിന് വളരെയധികം സ്വാധീനമുള്ള മേഖല കൂടുതലും റൂറൽ ഏരിയാസ് ആണ്, പ്രത്യേകിച്ച് ഈ കർഷകരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിക്കുന്ന മേഖലകൾ. ഈ അമേരിക്കയുടെ രാഷ്ട്രീയം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു. അമേരിക്ക ഇന്ന് രണ്ട് തട്ടിലാണ്. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ഒരു ആരംഭഘട്ടത്തിലാണ് അമേരിക്ക. അതുകൊണ്ടാണ് ഈ രണ്ട് തട്ടിൽ നിൽക്കുന്നത്, ഡെമോക്രാറ്റുകൾ, റിപ്പബ്ലിക്കുകൾ. ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന ബിസിനസ്സുകാരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പബ്ലിക്കുകൾ വരുമ്പോൾ അവർക്കൊപ്പമുള്ള ബിസിനസ്സുകാരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇലോൺ മസ്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മസ്കിന്റെ ബിസിനസ് താല്പര്യങ്ങൾ എങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചായിരുന്നു ആലോചിച്ചത്. അപ്പൊ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ അവിടെ ബിസിനസ്സുകാർക്ക് വലിയൊരു റോൾ ഉണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിന്റെ ഒപ്പം നിൽക്കുന്നവരിൽ കൂടുതൽ ആളുകളും ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭകർ കൂടിയാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കൺസ്യൂം ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിൽ എത്ര പേര് എന്നും പോയി മൊബൈൽ ഫോൺ വാങ്ങും? എത്ര പേര് എന്നും പോയി TV അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങും? എല്ലാ ദിവസവും KFC പോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, വളരെ കുറച്ച് പേരുണ്ടാവും. പക്ഷെ എല്ലാ ദിവസവും വീട്ടിൽ പാല് വാങ്ങുന്ന ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും പച്ചക്കറി വാങ്ങേണ്ടി വരും നമുക്ക്. എല്ലാ ദിവസവും നമുക്ക് ഫിഷ് ഐറ്റംസ് ആവശ്യമാണ്. എല്ലാ ദിവസവും നമുക്ക് വീട്ടിലെ പലവ്യഞ്ജന സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ ആവശ്യമാണ്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ ഇന്ത്യക്കാരും ദിവസവും ഉപയോഗിക്കുന്ന, എല്ലാ ഇന്ത്യക്കാർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പച്ചക്കറി, പലവ്യഞ്ജനം, പാല്, പഴം എന്ന് വേണ്ട സകലതും വരും, ഫ്രൂട്ട്സ്, ഇതെല്ലാം വരും. അപ്പൊ ഈ സാധനങ്ങളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഏറെക്കുറെ മറ്റ് രാജ്യങ്ങൾക്ക് അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ത്യയുടെ എക്സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇന്ത്യ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. വളരെ പരിമിതമായി മാത്രമേ മറ്റുള്ളവർക്ക് ഈ ഒരു കാർഷിക മേഖലയിലേക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ മറ്റ് രാജ്യങ്ങൾക്ക്. ഇന്ത്യയുടെ ഈ അഗ്രികൾച്ചർ ബിസിനസ് ഏരിയ പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. കാരണം ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സുകാരിൽ കർഷകരും അതുപോലെ തന്നെ സംരംഭകരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പ്രോഡക്റ്റുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ മാർക്കറ്റിൽ വിൽക്കണം. അതിന് തടസ്സം എന്താണ്? നമ്മൾ ഇവിടെ ചുമത്തിയിരിക്കുന്ന താരിഫാണ്. ഈ താരിഫ് എടുത്തു മാറ്റി തരണമെന്നുള്ളതാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്ന്. അതിനാണ് ഇന്ത്യ വഴങ്ങാത്തത്. നോക്കൂ, ഒരു ഡീൽ എന്ന് പറയുമ്പോൾ നമ്മളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമല്ലേ നമുക്കിപ്പോൾ അവരുടെ രാജ്യത്ത് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ കൊണ്ടുപോയി വിൽക്കണം. അവരുടെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമായ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതൊന്നും ട്രംപിന് പോരാ. ട്രംപിന് പൂർണ്ണമായിട്ടും, അതായത് ഇന്ത്യൻ കർഷകര് കുത്തുവാള എടുത്താലും വേണ്ടില്ല, അമേരിക്കക്കാരന്റെ സാധനം കൊണ്ടുവന്ന് ഇവിടെ വിറ്റ് പൈസ ഉണ്ടാക്കണം. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയൊക്കെ മാർക്കറ്റ് ചൈനയാണ് കൈയാളുന്നത്. കാരണം ഓൾറെഡി അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി. അമേരിക്കൻ കമ്പനികൾ പോലും ചൈനയിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ആ മാർക്കറ്റിൽ ചൈനയ്ക്കാണ് സ്വാധീനമുള്ളത്. അമേരിക്കയിൽ ഇന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഈ കാർഷിക ഉൽപ്പന്നം എന്ന് പറയുന്നത്. കൃഷി ഇപ്പോഴും അമേരിക്കയിലുണ്ട്. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അമേരിക്ക ഇന്ന് ട്രൈ ചെയ്യുന്നത്. അതായത് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 1.2 ട്രില്യൺ US ഡോളറിന്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് അത്ര ചെറുതൊന്നുമല്ല, മൊത്തത്തിലൊരു ഭീമമായ ഒരു ഇൻഡസ്ട്രിയാണ്. അതിനകത്ത് അഗ്രികൾച്ചർ പ്ലസ് അതുമായി ബന്ധപ്പെട്ടുള്ള സെക്ടേഴ്സ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം 99.7 ട്രില്യൺ ഇന്ത്യൻ രൂപ നമ്മൾ USD കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1.2 ട്രില്യൺ US ഡോളർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സൗദി അറേബ്യയുടെ ടോട്ടൽ GDP വരും ഇന്ത്യയുടെ കാർഷിക മേഖല മാത്രം. അപ്പൊ അത്രയും വലുതാണ് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിലേക്ക് വന്ന് കയറാനാണ് അമേരിക്ക ഈ കളിയെല്ലാം കളിച്ചു നോക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള അടുപ്പം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതൊക്കെ ട്രംപിനെ ചൊടിപ്പിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങണമെന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയിൽ നിന്ന് നമ്മൾ എണ്ണയൊക്കെ വാങ്ങുന്നുണ്ട് പരിമിതമായ രീതിയിൽ, എന്നാൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്നുള്ളതാണ് ട്രംപിന്റെ ആഗ്രഹം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന് ഇന്ത്യയെ എങ്ങനെയൊക്കെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇവിടെ അമേരിക്കൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവർ ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു നീക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാന് ഇവര് താരിഫ് ചുമത്തിയിരിക്കുന്നത് 19%, ബംഗ്ലാദേശിന് മേൽ ഇപ്പോൾ താരിഫ് ചുമത്തിയിരിക്കുന്നത് 20%.
ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തിയിരിക്കുന്നത് 25%. അതായത് 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് എക്സ് ഓർ വൈ, 100 രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒരേ സമയത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ടാക്കുകയാണ്. ഈ പ്രോഡക്റ്റ് നേരെ അമേരിക്കയിലേക്ക് എത്തുകയാണ്. അവിടെ 100 രൂപയ്ക്ക് വിൽക്കാനാണ് എത്തുന്നത് 3 പ്രോഡക്റ്റും. പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇന്ത്യയുടെ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ അവിടെയുള്ള ആൾക്കാർ 125 രൂപ കൊടുക്കണം. പാകിസ്ഥാന്റെ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 119 രൂപ കൊടുത്താൽ മതി. എന്നാൽ ബംഗ്ലാദേശിന്റെ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 120 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകിൽ പാകിസ്ഥാന്റെ വാങ്ങും, ഇല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ വാങ്ങും. ഇന്ത്യയുടെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കുറയുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഈ താരിഫ് ഗെയിം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് ഇവിടെ നികുതി ഇന്ത്യയുടെ മേൽ ചുമത്തിയിട്ടില്ല. ഇപ്പോൾ 25% എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലാ പ്രോഡക്റ്റുകൾക്കും ട്രംപ് 25% ചുമത്തിയിട്ടുണ്ടോ? അവിടെയാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കോപ്പർ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള മിനറൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടേഴ്സ്, എനർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, സ്മാർട്ട് ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ചില ഇലക്ട്രോണിക് പാർട്സ്, അങ്ങനെ ഏകദേശം 40% വരുന്ന ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന കാറ്റഗറിയിൽ പെടുന്ന പ്രോഡക്റ്റുകൾക്ക് ഈ 25% നികുതി ഇപ്പോഴും ബാധകമല്ല. പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ജ്വല്ലറി ഐറ്റംസിനെയും ടെക്സ്റ്റൈൽ രംഗങ്ങളെയും ഒക്കെയാണ്. എന്നാൽ അമേരിക്കയ്ക്ക് ഗുണമുള്ള സാധനങ്ങളിൽ ഇതുവരെ ട്രംപ് കൈവച്ചിട്ടില്ല. മൊത്തത്തിൽ 25% എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഐഫോൺ കയറ്റുമതി ചെയ്യുമ്പോൾ അതിനുമേൽ 25% നികുതി ഉണ്ടാകുമെന്ന്. ഇല്ല, സ്മാർട്ട് ഫോൺസിന് ഈ നികുതി ചുമത്തുന്നതിൽ നിന്ന് ട്രംപ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് മെഡിസിൻസ് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ അതിനുമേൽ 25% നികുതി ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസിൽ ഇത് ബാധകമല്ല. കോപ്പർ, ക്രിട്ടിക്കൽ മിനറൽസ്, ഇതൊക്കെ അമേരിക്കയ്ക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ ചില പ്രത്യേക ഓട്ടോമൊബൈൽ പാർട്സുകൾ, ഓട്ടോമൊബൈൽസ്, അങ്ങനെ നിരവധി സാധനങ്ങൾക്ക് ഈ പറയുന്ന 25% നികുതി ഇല്ല. എന്നാൽ ബാക്കി കുറെ ഐറ്റങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായിട്ടൊക്കെ നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റൈൽ പോലുള്ള മേഖലകളിൽ വരുന്ന പ്രോഡക്റ്റുകൾക്ക്. ഇതിനിടയിൽ ബംഗ്ലാദേശിന്റെ യൂനിസ് ഇന്ത്യ അമേരിക്കയുമായിട്ട് ഒരു ഡീലിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെടുകയും അതിനാൽ 25% ഇന്ത്യക്ക് നികുതി, ഞങ്ങൾക്ക് വെറും 20% ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഡയറക്ട്ലി ഇന്ത്യ കുത്തിക്കൊണ്ടൊക്കെ ബംഗ്ലാദേശിന്റെ യൂനിസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ മണ്ടൻ മനസ്സിലാക്കുന്നില്ല അമേരിക്കയും ഇന്ത്യ എന്നൊക്കെ പറയുന്നത് വലിയ രാജ്യങ്ങളാണ്. ഈ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു യൂസ് ആൻഡ് ത്രോ ടൂളായിട്ടാണ് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ ട്രംപ് ഉപയോഗിക്കുന്നതെന്ന്. 0 വാല്യൂ ആണ് ഇവർക്ക് ആത്മാർത്ഥമായി പറഞ്ഞാൽ ട്രംപ് ഭരണകൂടം കൊടുക്കുന്നത്. നോക്കൂ, ഇത്രയും വലിയ രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും പോലും അമേരിക്ക വലിയ റെസ്പെക്ട് കൊടുക്കാൻ മടിക്കുകയാണ്. കാരണം അവർ വലിയൊരു പോലീസ് ആണെന്നും പറഞ്ഞിരിക്കുകയാണല്ലോ, വലിയ പവർഫുൾ രാജ്യം എന്ന് പറഞ്ഞിട്ട്. ആ അമേരിക്ക ഈ പറയുന്ന ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുമോ? ഇല്ല. യൂസ് ആൻഡ് ത്രോ ആണ്. ഷേവ് ചെയ്തിട്ട് കളയുന്ന ഷേവിംഗ് സെറ്റ് പോലെയാണ്. 2-3 തവണ യൂസ് ചെയ്യും, പിന്നെ എടുത്ത് കളയും. അത്രേ ഉള്ളൂ. സീരിയസ്ലി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഈ 2 രാജ്യങ്ങളോടുമുള്ള എൻ്റെ എന്തെങ്കിലും ശത്രുത കൊണ്ടല്ല. ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെയും പൊതുവെ അമേരിക്കയുടെയും ഒരു ശൈലി അങ്ങനെയാണ്. അമേരിക്ക അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ ഉപയോഗിക്കും. അത് അഫ്ഗാനിസ്ഥാൻ വേണമെങ്കിൽ ഉപയോഗിക്കും, അത് സിറിയ വേണമെങ്കിൽ ഉപയോഗിക്കും, അതിപ്പോൾ ഇറാനെ വേണമെങ്കിൽ ഉപയോഗിക്കും, അത് പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ ആണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് ഇത് കണ്ടിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടേതാ, ഇന്ത്യ കുത്തുവാള എടുത്തതെന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്ന മുഹമ്മദ് യൂനിസിനൊക്കെ ആര് നോബൽ സമ്മാനം കൊടുത്തു എന്നാണ്? സാമാന്യ ബുദ്ധി പോലും ആ മനുഷ്യനൊന്നുമില്ല. അയാളെ വിചാരം എന്ന് വെച്ചാൽ ഇതെന്നും ഇങ്ങനെ തുടരുമെന്നാണല്ല. ട്രംപിന് ഇന്ത്യയുടെ മാർക്കറ്റ് തുറന്നു കിട്ടണം, റഷ്യയുമായിട്ടുള്ള നമ്മുടെ അടുപ്പം കുറയ്ക്കണം. അപ്പൊ അതിന് ഇന്ത്യ എങ്ങനെയെങ്കിലും പ്രഷർ ചെലുത്തണം ഇന്ത്യയുടെ മേൽ. പക്ഷെ അപ്പോഴും ട്രംപിന് അറിയാം കൂടുതൽ കളിക്കാൻ പോയാൽ അമേരിക്കയ്ക്കും പണി കിട്ടും. അതുകൊണ്ടാണ് ഈ മേൽപ്പറഞ്ഞ സാധനങ്ങൾക്ക് എന്ത് ചെയ്യാത്തത്? കോപ്പർ, ഫാർമസ്യൂട്ടിക്കൽ, സെമി കണ്ടക്ടർ, എനർജി ഐറ്റംസ്, സ്മാർട്ട് ഫോൺസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഈ 25% നികുതി ചുമത്താത്തത്. അപ്പോൾ ഇന്ത്യയുമായിട്ടൊരു തുറന്ന വ്യാപാര യുദ്ധത്തിന് പോയാൽ പണി കിട്ടുമെന്നുള്ളത് ട്രംപിന് അറിയാം. അപ്പോൾ വളരെ തന്ത്രപരമായിട്ടാണ് ട്രംപ് കളിക്കുന്നത്. ഒരു പ്രഷർ ചെയ്തിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ മേൽ. പക്ഷെ ഇന്ത്യ അതിന് വഴങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ട്രംപ് ആദ്യം പറഞ്ഞത് ഓഗസ്റ്റ് 1 മുതൽ 25% താരിഫ് വരുമെന്നാണല്ലോ പറഞ്ഞത്. എന്തേ താരിഫ് വന്നോ? ഇല്ല. അത് 7 മാറ്റി വെച്ചു. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. അപ്പൊ ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്തി നോക്കുകയാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ ഇന്ത്യക്ക് ഉണ്ടാവുന്നത് പോലെ ചില നഷ്ടങ്ങൾ അമേരിക്കയ്ക്കും ഉണ്ടാവും. അതായത് ഇന്ത്യയിൽ നിന്നൊരു പ്രോഡക്റ്റ് അമേരിക്കയിലേക്ക് എത്തുന്ന സമയത്ത് 25% താരിഫ് ചുമത്തപ്പെടുകയാണെങ്കിൽ ആ പൈസ ആരാണ് കൊടുക്കേണ്ടത്? ഇന്ത്യയിൽ നിന്ന് ആ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കക്കാരൻ ആ പൈസയും കൂടെ കൊടുക്കേണ്ടി വരും.
ആത്യന്തികമായി അമേരിക്കക്കാരായിട്ടുള്ള ജനങ്ങളെ തന്നെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഇത് പ്രാബല്യത്തിൽ വന്നാലേ മനസ്സിലാവും. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് വിദേശത്ത് നിന്ന് ഒരു പ്രോഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് താരിഫ് കൊടുക്കേണ്ടി വരും. അത് കാരണം നമ്മൾ പലരും എന്ത് ചെയ്യും, വിദേശത്ത് നിന്ന് വാങ്ങില്ല. പക്ഷെ വാങ്ങി ശീലിച്ചവര് ഗവൺമെന്റിനെ പ്രാഗി കൊണ്ടാണെങ്കിലും ഈ പറയുന്ന നികുതി കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ കാറൊക്കെ വാങ്ങുന്ന മുതലാളിമാര് വണ്ടി വിലയുടെ പകുതിയോളം ഈ പറയുന്ന താരിഫ് ഇന്ത്യയിൽ കൊടുക്കണം, വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പ്രാഗി കൊണ്ടാണെങ്കിലും അത് വേണമെന്നുള്ളത് കൊണ്ട് വാങ്ങും. പക്ഷെ അവരൊട്ടും ഹാപ്പി ആയിരിക്കത്തില്ല. നമ്മൾ നമ്മുടെ എക്കണോമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ താരിഫ് ഇവിടെ വച്ചിരിക്കുന്നത്, ഇവിടുത്തെ ബിസിനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് അമേരിക്കൻ പ്രോഡക്റ്റുകളോടോ വിദേശ രാജ്യങ്ങളോടോ എതിർപ്പുണ്ടായിട്ടല്ല. നമ്മുടെ കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ വളരാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അമേരിക്കയൊക്കെ സൂപ്പർ പവറാണ്. അവരുടെ കമ്പനികൾ ഓൾറെഡി വേൾഡിൽ ടോപ്പ് കമ്പനികളായിട്ട് മാറിക്കഴിഞ്ഞു. അവരോട് എങ്ങനെയാണ് നമ്മളെ പോലത്തെ ഒരു രാജ്യത്തിന് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ അമേരിക്കൻ കമ്പനികൾക്കും അമേരിക്കയിലെയും മറ്റ് യൂറോപ്പിലെയും ഒക്കെ ഉള്ള കമ്പനികൾക്കും നമ്മുടെ വിപണി തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഒരു ടാറ്റ ഉണ്ടാവില്ല, ഇവിടെ ഒരു മഹേന്ദ്ര ഉണ്ടാവില്ല, ഇവിടെ ഒരു ചുക്കും ഉണ്ടാവില്ല. മുഴുവൻ വിദേശ കമ്പനികളായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. ലിമിറ്റഡ് ആണ്, പരിമിതമായ രീതിയിലാണ് വിദേശ കമ്പനികൾക്ക് നമ്മുടെ മാർക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ താരിഫ് ബാരിയറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്, എല്ലാത്തിലുമല്ല, ചില കാര്യങ്ങൾക്ക് നമ്മുടെ കമ്പനികളെ ബാധിക്കാത്ത രീതിയിൽ. അപ്പൊ ട്രംപിന് ഇപ്പൊ വേണ്ടത് നമ്മൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതാ കയറിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വിപണി തുറന്നു കൊടുക്കണം. ഇന്ത്യ അതിന് വഴങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ പ്രഷർ ചെലുത്താനാണ് ട്രംപ് ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 1-ാം തീയതി എന്ന് പറഞ്ഞിട്ട് 1-ാം തീയതി നടപ്പിലായിട്ടില്ല, 7-ാം തീയതി മാറ്റി വെച്ചിരിക്കുകയാണ്. 7-ാം തീയതി എന്ത് പറയും നമുക്ക് നോക്കാം. ഇതിനിടയിൽ വല്ല ട്രേഡ് ഡീലും ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇന്ത്യ അമേരിക്കയ്ക്ക് പൂർണ്ണമായി വഴങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.